ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛന്റെ ഹൃദയം പ്രേക്ഷിതാഗ്നിയാൽ ജ്വലിച്ചിരുന്നു. പാവങ്ങളുടെ സ്നേഹിതനും സേവകനുമായിരുന്ന പഞ്ഞിക്കാരൻ അച്ഛൻ അവര് അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന്റെ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം കണ്ടിരുന്നു. അവരുടെ സമുദ്ധാരണത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്ന ഒരു വചനമന്ത്രമുണ്ട്: ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും കാതുകളിൽ എപ്പോഴും അലയടിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിത മന്ത്രമായി. അങ്ങനെയാണ് അദ്ദേഹം സാധുക്കളുടെ സമുദ്ധാരണത്തിനു വേണ്ടി ചേർത്തലയില് കയർ വ്യവസായം ആരംഭിച്ചത്. ഒരു ജീവസന്ധാരണ മാർഗം അദ്ദേഹം കണ്ടെത്തി. ഇവർക്ക് ഇന്നും കൂലി കൊടുത്ത് അച്ഛൻ അവരെ വൈകുന്നേരങ്ങളിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് അയക്കും. ആ കയറ് വിറ്റഴിക്കാൻ വേണ്ടി അച്ഛൻ ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചു. ബോട്ടിന്റെ പേര് ദീപം എന്നായിരുന്നു. ഗിരിദീപം, നവദീപം, സത്യദീപം, ഇങ്ങനെ ബോട്ടുകൾ അച്ഛൻ ഇറക്കി. ഈ വ്യവസായത്തെ സഹായിക്കാനായിട്ട്, വ്യവസായം മെച്ചപ്പെടുത്താൻ വേണ്ടി അങ്ങനെ അദ്ദേഹം ആ പാവങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചേർത്തലയിൽ ചെയ്തു. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് സത്യവേദാശ്രമത്തിൽ അച്ഛൻ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ഇന്റർ റിലീജിയസ് ഡയലോഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അച്ഛൻ അന്ന് കണ്ടുപിടിച്ച ഒരു മാർഗമാണ്, യഥാർത്ഥ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ആ മഹാമനസ്കൻ കണ്ടുപിടിച്ചൊരു മാർഗമാണ് സത്യവേദാശ്രമം. വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം, വലിയൊരു പ്രേക്ഷിതനായിട്ടാണ് പഞ്ഞിക്കാരൻ അച്ഛൻ ജീവിച്ചിരുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എൻ്റെ ഹൃദയം എരിയുന്നു എന്ന് അദ്ദേഹത്തെ പറ്റി പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ എരിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിച്ചൊരു വ്യക്തിയാണ് പഞ്ഞിക്കാരൻ അച്ഛൻ. പഞ്ഞിക്കാരൻ അച്ഛൻ്റെ ഈ വിശുദ്ധ ജീവിതത്തെ നമുക്കും അനുകരിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ വിശ്വാസം അത് ഇതുപോലെ ആളി കത്തിച്ച് സഹോദരങ്ങളിലേക്ക് പടർത്തി ഒരു വലിയ ദീപമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.